ഗ്രോ ചെയ്യുന്ന സമയത്ത് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിക്കുക. ഗ്രോ ചെയ്ത് കഴിഞ്ഞ് അത് കുറച്ച് പൂക്കാറായി കഴിഞ്ഞാൽ അതിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ വരേണ്ട വിധത്തിലുള്ള വളങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ വളങ്ങൾ തപ്പിയാണ് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന 18 ഈ 19 മാക്സിമം 20. ഈ ഹോർമോണിനേക്കാൾ ഉപരി നമ്മൾ ആ NPK അതിൻ്റെ ഒരു മിക്സർ കറക്റ്റ് കൊടുത്താൽ പൂ നന്നായിട്ട് വരും. അത് ചെടി ഒന്ന് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെറ്റർ നമ്മൾ കുറച്ച് ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നോർമൽ കോസ്റ്റിൽ നമുക്ക് അങ്ങനത്തെ വളങ്ങൾ കേരളത്തിൽ അവൈലബിൾ അല്ല. അത് ഓൺലൈനിൽ എടുക്കുന്നതാണ് നല്ലത്. മിക്കപ്പോഴും ആമസോൺ വഴി നമുക്കിത് വരുത്താൻ കഴിയും. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇവിടെ വരും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കിതിൻ്റെ ബെറ്റർ റെമഡി എന്ന് പറയുന്നത് നമുക്ക് റോ ഫോസ്ഫറസ് വാങ്ങിക്കാൻ കിട്ടും, റോ പൊട്ടാസ്യം വാങ്ങിക്കാൻ കിട്ടും. പൊട്ടാസ്യം മ്യൂറേറ്റ് എന്ന് പറയും. ഇത് രണ്ടും പിന്നെ നൈട്രജൻ എന്ന് പറയുന്ന യൂറിയ, ഇത് മൂന്നും കൂടെ നമുക്കൊരു പ്രത്യേക കോമ്പിനേഷനിൽ നമുക്ക് തന്നെ മിക്സ് ചെയ്തുണ്ടാക്കാവുന്നേ. അത് ഒരു ട്രയൽ ആൻഡ് എററാണ്. ആദ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ കരിഞ്ഞു പോവും. പിന്നെ അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ അത് ഓരോ ചെടിക്ക് ഓരോ ടൈപ്പാണ്. അത് നമുക്ക് ആ ചെടിയിൽ നിന്ന് ഒരു ചെടിക്ക് ഇടുന്ന അതേ അളവിൽ വളം മറ്റു ചെടിക്ക് ഇടരുത്. അത് ചെടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.